ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകാൻ പോകണം. പൊറോട്ടയും യശു നോക്കി വാ. ഇതിൻ്റെ മുടി മുട്ടയടിക്കാൻ പോവാണ്. ഹായ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന വേളാങ്കണ്ണിയിലാണ്. ഇവിടെ കുഞ്ഞിന് മുട്ടയടിക്കാൻ വേണ്ടി വന്നതാണ്. നേർച്ചയുണ്ട് രേഷ്മയ്ക്ക് കുഞ്ഞിന് മുട്ടയടിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി വന്നതാണ്. അപ്പോൾ റൂമൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകാൻ പോകണം. ഇത് ഇവിടെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത് കേട്ടോ. ഞങ്ങളിത് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കോ കേട്ടോ. നല്ല കട്ട വെയിലാണ് അല്ലേ. ഇതാണ് വേളാങ്കണ്ണി പള്ളി. ഞങ്ങൾ നോക്കി ചിരിച്ചേ ടക്കുടി ചിരിച്ചേ. ഇതൊരു കാക്ക വന്നു ടക്കുടിന്റെ പുറയില്. ഇതൊരു കാക്കനെ നോക്കി ടക്കു കാക്കനെ കാണിച്ചു കൊടുത്തേ. ഇതാണ് വേളാങ്കണ്ണി പള്ളി കേട്ടോ. ഞങ്ങളിപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഈ പള്ളിയുടെ അകത്തൊന്ന് കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ട് നേരെ കുഞ്ഞിന് മുട്ടയടിക്കാൻ പോകണം. അതാണ് പ്ലാൻ. എടുക്കണോ ഡാഡിയാന്ന് എടുക്കാം കേട്ടോ. ഇത് വേളാങ്കണ്ണി പള്ളിയുടെ ബാക്ക് സൈഡ് ആട്ടോ. അടിപൊളിയല്ലേ. ഇത് വേളാങ്കണ്ണി പള്ളിയുടെ ഒരു കോർണറാട്ടാ. ഞാൻ ഏറ്റവും ആദ്യം കാണിച്ച ഫ്രണ്ട് സൈഡ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്ന് ഇവിടെ എത്തി. നല്ല വെയിലാട്ടാ. ടക്കടു ഭയങ്കര ഓട്ടം കിടന്ന്. യേശു ക്ഷീണം മാറിയാ? ആ കളിപ്പാട്ടം മേടിക്കാം. അതെ നമുക്ക് ആ പള്ളിയിൽ പോയിട്ട് മേടിക്കാം. എവിടാ വാ ഓടി വാ ടക്കടു ഓടി വാ. ഇതെന്തായി തമിഴിൽ എഴുതി വെച്ചാണെന്നറിയോ? ഷൈൻ ബസിലിക്ക വേളാങ്കണ്ണി എന്നാ. എനിക്കെങ്ങനെ മനസ്സിലായെന്നറിയോ? ഇപ്പുറത്ത് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ വന്ന് ഇറങ്ങിയിട്ട് ഫുഡൊന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് കഴിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ഷീണമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളി പരിസരത്തൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടക്കടു ഇത് എവിടെയാണ്? അയ്യോ, ബേബിയുടെ കൂടെ ഓടുവാണോ? കുഞ്ഞിൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ടോക്കൺ എടുത്ത് കുഞ്ഞിൻ്റെ മുടി മുട്ടയടിക്കാൻ പോവാണ്. ടക്കടു ഹായ്. യേശു പിടിച്ചോട്ടെ ടക്കടുവിനെ. ഹായ് പാവൻ ചേട്ടൻ. ടക്കടു മുടി ആയോ കയ്യില്? യേശു തട്ടിക്കൊടുക്കും മുടി. ഇപ്പൊ കഴിയോട്ടാ. അനങ്ങല്ലേ. ഇപ്പൊ കഴിയോട്ടോ. ടക്കടു നിക്കലാണെന്നോ? അച്ചോടാ. അനക്കല്ലേട്ടാ. കഴിയാറായിട്ടാ. ഇപ്പൊ തീരോട്ടോ. അടിപൊളി. അവസാന ഘട്ടത്തിലോട്ട് കിടക്കുകയാണ്. കഴിഞ്ഞ് കണ്ണിൽ വീണോ? കഴിഞ്ഞിട്ടാ. ഇപ്പൊ തീരുമല്ലോ ടക്കടു. കഴിയാറായിട്ടാ. ഇപ്പൊ കഴിഞ്ഞിട്ടാ. ഇത് നമുക്ക് കളിപ്പാട്ടം മേടിക്കാൻ പോവാട്ടാ. കളിപ്പാട്ടം വേണ്ടി ടക്കടുവിന്. കളിപ്പാട്ടം മേടിക്കാട്ടാ നമുക്ക്. കഴിയാറായി. ഇവിടെ നോക്കി ടക്കടു നോക്കി. അടിപൊളി മുട്ടക്കുത്തിയായല്ലോ. അടിപൊളി ടക്കടുവിനെ കാണിച്ചു തരാട്ടാ ഫോട്ടോ. ഞങ്ങൾ മാതാവിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്താട്ടാ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഫോട്ടോ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫോട്ടോ കിട്ടാൻ വെയിറ്റ് ചെയ്യുക. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫോട്ടോ കിട്ടിയിട്ടാ. നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കുഞ്ഞിനെ മുട്ടയടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് നടക്കുവാണ്. പള്ളിയുടെ ഫ്രണ്ട് സൈഡ് മുതൽ ബീച്ച് വരെയുള്ള ആ റോഡായത് കേട്ടോ. 2 സൈഡിലും കടകളാണ്. നേരെ ചെല്ലണ ബീച്ചിലേക്കാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടക്കടു നമുക്ക് ബീച്ചിൽ പോകണ്ടേ?
തക്കുട് മുട്ടയൊക്കെ അടിച്ച് അടിപൊളിയായല്ലോ. തക്കുടു കരയിലോട്ടേ കടൽ നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഇത് ബീച്ചിൻ്റെ തീരത്തുള്ള കച്ചവടക്കാരാട്ടാ. തക്കടു ബോൾ എടുത്തോ? തക്കടു ഏത് ബോൾ വേണം? ഏത് വേണം? റെഡ് വേണോ യെല്ലോ വേണോ? ചിച്ചി ആണോ? ചിച്ചി അല്ലല്ലോ, ഇത് മണ്ണായതാ കേട്ടോ. ഇതെടുത്തോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി കുളിച്ച് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇനി നേരെ പള്ളിയിലോട്ട് പോവാം. തക്കടു നമുക്ക് പള്ളിയിൽ പോവാം. പള്ളിയിൽ പോവാം. മുട്ട അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചിലപ്പോൾ കുഞ്ഞ് കരയുന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ കുഞ്ഞ് കൂളായിട്ടിരുന്ന് വെച്ച്. ഇവിടെ എത്തിയപ്പോൾ രേഷ്മ പറഞ്ഞു ഇതിന് മുന്നേ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ കാണിച്ചു തരാമെന്ന്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ടക്കടു ഒരു പശു പോണു. പശു നോക്കി ടക്കടു, പശുവിനെ കണ്ടോ? ഇത് കണ്ട ദൂരെ കാണുന്ന പള്ളി കേട്ടാ. ഞങ്ങളവിടെ നടന്നുകൊണ്ടിരിക്കുക. ബാബാ കൈ പിടിച്ചു. എടുക്കണോ? എടുക്കണോ ടക്കടുവിനെ? ഓ ടക്കടു കുറേ നേരം നടന്നിട്ടാ. ഈ കളിപ്പാട്ടങ്ങളുടെ കടയൊക്കെ കണ്ടപ്പോൾ ടക്കടുവിന് നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര എനർജി ആയിട്ട് നടന്ന് ഇപ്പം ക്ഷീണം. ടക്കടു നോക്കിയേ, ഒരു ടാറ്റു കൊടുത്തേ. ടക്കടു നടന്ന് ക്ഷീണിച്ച്. ഇത്ര നേരം നടക്കണമായിരുന്നു. ബീച്ചിൽ നിന്ന് ഇവിടെ വരെ നടന്ന്. ഇവിടെ ഇപ്പം ശരിക്കും മിസ്സായ ഒരു കടയെന്ന് പറയുന്നത് CD കട മിസ്സിങ് ആണ്. അതായത് പണ്ട് നമ്മൾ വേളാങ്കണ്ണിയിലൊക്കെ വരുമ്പോൾ CD വിൽക്കുന്ന കട കുറേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ CDയുടെ ഒരു കാലം പോയല്ലോ. നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ വേളാങ്കണ്ണിയിൽ വരുമ്പോൾ CD വിൽക്കുന്ന ഒരുപാട് കടകൾ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കടകളൊന്നുമില്ല. ഇവിടെ ഇടിയപ്പം പുട്ട് ഒക്കെ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കണ്ടോ, മീനൊക്കെ ലൈവായിട്ട് വറുത്ത് കൊടുക്കുന്നുണ്ടോ? ഇവിടെ മേടിക്കാൻ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? യേശു മേടിക്കണോ ഇവിടെ നിന്ന്? കണ്ടോ ദോശ, അപ്പം, കണ്ടോ മീൻ വറുക്കുന്നുണ്ടോ? മീൻ വറുത്തുണ്ട്, പുട്ട്, ഇഡ്ഡലി എല്ലാം ഉണ്ട് ഇവിടെ. ഇതാണ് പള്ളിയുടെ രാത്രിത്തെ വ്യൂ കേട്ടോ. ഇത് പള്ളിയുടെ പരിസരമാണത്. കണ്ടോ, ഇപ്പുറത്തൊരു മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് പള്ളി. കുഞ്ഞുറങ്ങിയോണ്ട് ഞങ്ങൾ ഇനി നാളെ രാവിലെ പള്ളിയിൽ വരാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വന്നേക്കോട്ടെ ഇവിടെ. അപ്പോൾ ആദ്യം നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് കൂപ്പൺ എടുക്കണം. അതിനുശേഷം ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ വരും. ഞാൻ പൊറോട്ടയും സെറ്റും പിന്നെ രേഷ്മ ദോശയാണ് ഓർഡർ ചെയ്തേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ്. കുഞ്ഞ് ഉറങ്ങിപ്പോയി. അങ്ങനെ ഫുഡ് വന്നിട്ടാ, പൊറോട്ടയും പിന്നെ അതിൻ്റെ ഒപ്പം ഉള്ള കറി. രേഷ്മക്കുള്ള ദോശയും വന്നിട്ടാ. ഇനി ഞങ്ങൾ പതുക്കെ കഴിക്കട്ടെ. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കേ അവിടെ ടീയുടെ സമയം കഴിഞ്ഞു പോയി. അപ്പം ഞങ്ങൾ തൊട്ടടുത്തുള്ള വേറൊരു കടയിൽ വന്നിട്ട് ചായ കുടിക്കാൻ വന്നേക്കോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ചായ കുടിച്ച് നേരെ റൂമിലോട്ട് വരികയാണ്.
ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. യശു നോക്കി വാ. കുഞ്ഞു ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമെത്തി. ഇനി കയറട്ടെ. ടാറ്റാ, ഗുഡ് നൈറ്റ്. അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ ഇറങ്ങി നേരെ പള്ളിയിലോട്ട് പോവാണ്. ഒന്നും കഴിച്ചിട്ടാണ് പോവുക. യേശു ഇവിടെ നിന്ന് കഴിക്കണം. ഇന്നലെ കഴിച്ച കടന്നല്ലേ? അപ്പം ഇന്നലെ കഴിച്ച കടയിൽ നിന്ന് തന്നെ കഴിക്കാൻ പോവാണ്. ടക്കടു നോക്കി ഹായ് പറഞ്ഞേ. ഹായ്. തൊപ്പി മാറ്റി കാണാൻ പറ്റുന്നില്ലേ ടക്കടൂന? ഹായ് പറ. ഇത് ഇവിടെ നിന്ന് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാലേ, നമ്മൾ ആദ്യം തന്നെ ഈ ഹോട്ടലിനകത്തോട്ട് കയറിയിട്ട് ഇവിടെ മെനു വെച്ചിട്ടുണ്ട്. ആ മെനു ഒക്കെ നോക്കി ഏത് ഫുഡാണ് കഴിക്കുന്നതെന്ന് തീരുമാനിച്ചിട്ട് നേരെ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റായിട്ട് നമ്മൾ നേരെ ഇവിടെ അകത്ത് പോവുക. അവിടെ ഇരിക്കാൻ കുറേ സ്ഥലമുണ്ട്. അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ആ റെസിപ്റ്റ് അവിടെ ചേച്ചിമാർക്ക് കൊടുക്കുക. ചേച്ചിമാർ അവിടെ അടുത്ത് വരും, അവർക്ക് കൊടുക്കുക. അപ്പോൾ അവർ പോയി ഫുഡ് എടുത്തിട്ട് വരും. പക്ഷേ ചായ അവർ കൊണ്ടുത്തരില്ല. ചായ നമ്മൾ സെപ്പറേറ്റ് കൗണ്ടറിൽ പോയി മേടിക്കണം. ഇതാണ് ഇവിടുത്തെ ഒരു രീതി. നരേഷ് ലാസ്റ്റ് സീറ്റ് കയറി കുക്കാറ്. നമ്മൾ അകത്ത് കയറിയിരുന്ന് ഈ ടോക്കൺ അവർക്ക് കൊടുക്കുമ്പോൾ അവർ ഫുഡ് നമുക്ക് എടുത്തു തരും. ഇതൊക്കെയാണ് ഫുഡ്. ഇഡ്ഡലിയും സാമ്പാറും വാങ്ങിച്ചു, ദോശ വാങ്ങിച്ചു, കഴിച്ചുകൊണ്ടിരിക്കട്ടെ ഞങ്ങൾ. ചായ ചേച്ചിമാർ കൊണ്ടുതരില്ല. അത് നമ്മൾ തന്നെ കൗണ്ടറിൽ പോയി മേടിക്കണം. തരാം ടക്കുടൂന് തരാം കേട്ടോ. തരാം. എടുക്ക് രേഷു എടുത്ത് ഒരെണ്ണം കുഞ്ഞിന് കൊടുക്ക്. ചൂടാട്ടെ ടക്കുടു, ചൂടാറ്റിട്ട് കേട്ടോ അമ്മ. ചൂടാറ്റിട്ട് തരാം കേട്ടോ. കരയല്ലേ കേട്ടോ. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ഫ്രണ്ടിൽ തന്നെ വെച്ചൊരു വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപ കേട്ടോ. ഇത് ഇന്നലെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ പള്ളിയിലോട്ട് പോകാം കേട്ടോ. ഞങ്ങൾ പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക് കുഞ്ഞിന് പാൽ കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിയുടെ സൈഡിൽ തന്നെ ഒരു സ്ഥലത്തിരുത്തി പാൽ കൊടുക്കും കേട്ടോ. ദേ ടക്കടു അമ്മ കണ്ണട വെച്ചേക്കുന്നു, നോക്കി. അടിപൊളിയാണോ? അത് ഡാഡിയുടെ കണ്ണടയാ. ആ ഡാഡിക്ക് തരും കേട്ടോ. ഡാഡി മേടിക്കാം. വാ ഇന്ന് നടക്കാം. വാ ടക്കടു. നല്ല വെയിൽ കേട്ടോ, കട്ട വെയിൽ, പൊള്ളണ വെയിൽ. 11 മണിയായിട്ടുള്ളൂ, ഇത്രയും വെയിലോ. ഞങ്ങൾ അവിടെയായിട്ടാണ് പോകാൻ പോകുന്നത്. ഉണ്ടോ? ഇത് വേളാങ്കണ്ണി പള്ളിയുടെ വേറൊരു പള്ളി. ഇത് ഉണ്ടോ? ഇത്രയും ദൂരമുണ്ട്. രേഷുവിന് ഗ്ലാസ് മേടിച്ചു തരാം കേട്ടോ. അവിടെ നിന്ന് മേടിക്കാം. ഈ വെയിലത്ത് കിടക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും മുഖഭാവം ഒരുപോലെ ഇരിക്കുന്നു. ഇവിടെ ഇങ്ങനെ കണ്ണ് ചിമ്മിച്ച് നോക്കില്ല, അതുപോലെ. കുറേ സ്കൂൾ കുട്ടികൾ വരുന്നുണ്ടോ? സ്കൂൾ വിട്ട് വരികയാണോ ടൂറാണോ എന്നറിയില്ല കേട്ടോ. പിന്നെ ദൂരെ കാണുന്ന പള്ളിയുണ്ടോ? ആ പള്ളിയിലോട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടാവും ചിലപ്പോൾ അല്ലേ? ഏകദേശം അത്ര ഉണ്ടാവും അല്ലേ? അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുട്പാത്തിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരു ചേച്ചി മുട്ടിലിങ്ങനെ കഴിയുന്നതുണ്ടോ? ഇതൊരു നേർച്ചയാട്ടോ. ഈ മുട്ടിലഴിഞ്ഞ് ഇവിടുന്ന് അവിടെ വരെ പോകാമെന്നുള്ളത് ഒരു നേർച്ചയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടെങ്കിൽ അത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നേർച്ച ആളുകൾ നേരുന്നത് കേട്ടോ. ഞങ്ങളിവിടുന്ന് തിരി മേടിച്ച്, പിന്നെ ഹോളി ഓയിൽ, പിന്നെ ഹോളി വാട്ടർ, പിന്നെ അതൊക്കെ മേടിച്ച്, ആൽരൂപം അതൊക്കെ മേടിച്ച് ഇനി അതൊക്കെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണം അല്ലേ? കൊടുക്കണം. ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട്. നമ്മൾ ആദ്യം ഇവിടെ ക്യൂ നിൽക്കണം. എന്നിട്ട് തിരി, ഹോളി വാട്ടർ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റ് നേരെ ഇപ്പുറത്തെ കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്കതെല്ലാം ഇവിടെ നിന്ന് കിട്ടും. ഇത് ഞങ്ങൾ നടന്നു വന്ന പള്ളിയാട്ടോ. ഞങ്ങൾ ഇത്ര ദൂരം നടന്നു വന്നില്ലേ, ആ പള്ളി ചെയ്ത് കേട്ടോ. കണ്ട ഇവിടെ നിന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്.
തക്കടു പ്രാർത്ഥിച്ച് തക്കടു പ്രാർത്ഥിച്ച് നമ്മനോട്. ഇവിടെ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും ഇവിടെയാ തിരികെത്തിക്കുന്നത് കേട്ടോ. ഓരോ ടക്കടുവിൻ്റെ കൈ പിടിച്ച് കത്തിക്ക്. എന്നാൽ ഞാൻ കത്തിക്കാം, ഒരു മിനിറ്റ്. ഒരെണ്ണം കത്തിച്ചാൽ എനിക്ക്. അടുത്തോട്ട് പോലെ കേട്ടോ. ടക്കടു തിരി കത്തിക്കുന്നുണ്ടാ? ടക്കടു ഓടിയോ. വാ നമുക്ക് ഇത് മേടിച്ചിട്ട് വരാം, വെള്ളം മേടിച്ചിട്ട് വരാം. വാ. ഇതുണ്ടോ? ഇത് വേളാങ്കണ്ണിയിലെ മോർണിംഗ് സ്റ്റാർ പള്ളി കാണിച്ചു തരാട്ടാ. ഇതാണ് മോർണിംഗ് സ്റ്റാർ പള്ളി. നോക്കി, എന്ത് വിശാലമായ പള്ളിയല്ലേ. ആ പള്ളിയുടെ ഉൾവശോട്ടേത് എന്ത് വലിയ പള്ളിയാന്ന് നോക്കി. എന്തോരം ബെഞ്ചുകളത്. ടക്കടു വാ. ടക്കടുവിന് പള്ളി കണ്ട ഭയങ്കര ഓട്ടാ. വാ അമ്മ എടുത്ത് പോവാട്ടോ. അമ്മ എടുത്ത് പോയിക്കോ ടക്കടു. ഇരിക്കുന്ന അമ്മ അവിടെ ഇരുന്നോ. ടക്കടു അവിടെ ഇരുന്നോ കേട്ടോ. യേശാ വാ പോവാം. ടക്കടു പോവാട്ടോ. പോവാം. ഞങ്ങൾ മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുക കേട്ടോ. നല്ല വെയിലിട്ടോ പുറത്ത്. ടക്കടു നോക്കിയേ. ടാറ്റാ. വീട്ടിൽ പോണേന്നല്ലേ. നമുക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകാം. ഞങ്ങൾ തിരിച്ച് നടക്കോട്ടെ ഇങ്ങോട്ട്. നടന്ന് ക്ഷീണിച്ചപ്പോൾ ഇനി കുറച്ച് നേരം പാൽ കൊടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്തിരിക്കുക, ഒരു തണലത്ത്. ഇത് ഞങ്ങൾ താലം മേടിച്ചിട്ടാണ്. ഇനി താലം പള്ളിയിൽ കൊണ്ട് വയ്ക്കണം. അതിനുവേണ്ടി താലത്തിൻ്റെ ഒരു സെറ്റ് മേടിച്ച്. പിന്നെ തേങ്ങാമുറിയും പിന്നെ തിരിയും ഇതെല്ലാം കൂടിയുള്ളൊരു സെറ്റാണ് കേട്ടോ. അത് 100 രൂപയാണ് ഇതിൻ്റെ വില. പിന്നെ ആ മുല്ലപ്പൂ എക്സ്ട്രാ 50 രൂപ വാങ്ങിച്ചാൽ. കുറേ സ്കൂൾ കുട്ടികൾ വരുന്നുണ്ടോ, ഇവരെ ടൂർ കൊണ്ടുവന്നാന്ന് കേട്ടോ. നല്ല വെയിലാട്ടോ, ഒരു രക്ഷയില്ല, കരിഞ്ഞു തോന്നു. തക്കടു താലം വയ്ക്കാൻ പോകണോ? ഇതാണ് വേളാങ്കണ്ണി പള്ളി കേട്ടോ. വേളാങ്കണ്ണി പള്ളിയുടെ മെയിൻ പള്ളി എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു 3-4 പള്ളി ഉണ്ടെങ്കിലും മെയിൻ പള്ളി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അങ്ങനെ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നേക്കോട്ടോ. ഫുഡ് വന്നു, മീൽസാണ് കേട്ടോ. പച്ചരിയാണ് രേഷു, പച്ചരിയല്ലേ? അങ്ങനെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി, റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. 4:20 റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ടക്കടു ഓട്ടോ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ ആണോ? ഇതേ മുട്ടക്കടു ഇരിക്കുന്നുണ്ട് ഓട്ടോയിൽ. ഇത് ഞങ്ങൾ ട്രെയിൻ കയറാൻ വേണ്ടി വന്നേക്കും കേട്ടോ. ട്രെയിൻ എടുത്തിട്ടില്ല. ഞങ്ങളിത് ട്രെയിനിൽ കയറി ഇനി ഇവിടെ നിന്ന് നേരെ നാഗപട്ടണത്തേക്ക് പോകണം. അവിടെ നിന്നാണ് അടുത്ത ട്രെയിൻ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. ഈ ട്രെയിനിൽ മിക്കവാറും ഈ വേളാങ്കണ്ണിയിൽ വന്ന മലയാളികളായിരിക്കും കൂടുതൽ. അങ്ങനെ ഞങ്ങൾ അടുത്ത ട്രെയിൻ കയറി നാഗപട്ടണത്തിൽ നിന്ന് നേരെ എറണാകുളം നോർത്തിലോട്ട്. കുഞ്ഞ് ഉറങ്ങിപ്പോയി. അപ്പോൾ കുഞ്ഞിനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടത്തിയിരിക്കുക. ഈ ട്രെയിൻ നാളെ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എറണാകുളത്തെത്തും. അപ്പോൾ ഞങ്ങൾ മടക്കയാത്ര തുടങ്ങിയിരിക്കുന്നത്. തക്കോട് കുറച്ച് നേരം എണീറ്റ് പിന്നെ ഇവിടെ കിടന്ന് കളിയായിരുന്നു. അയ്യോ